തീർത്തും നമുക്ക് നമ്മുടെ പ്രോഗ്രാമുകളെല്ലാം, സദസ്സുകളെല്ലാം, പരിപാടികളെല്ലാം, സന്തോഷങ്ങളെല്ലാം, ആചാരവേളകളെല്ലാം, ആഘോഷ സാഹചര്യങ്ങളെല്ലാം തീർത്തും ഇസ്ലാമിന് നിരക്കുന്നതാകണം. അതുകൊണ്ട് ഏതെങ്കിലും ചെറുപ്പക്കാര് DJ ഡാൻസ് കളിച്ചാൽ ഇവിടെയുള്ള ഉലമാക്കൾ ഉത്തരവാദികളല്ല. ആത്മീയ ചിട്ടയിൽ പോകുന്ന മഹല്ലുകാരും അതിന് ഉത്തരവാദികളല്ല. അവരെ നിയന്ത്രിക്കേണ്ട അവരുടെ മാതാപിതാക്കളാണ്, അല്ലെങ്കിൽ അനുബന്ധമായ ആളുകളാണ്. ഒരു ദഫ്, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ, ഒരു ദഫ് കയ്യിലുണ്ടെങ്കിൽ പിന്നെ എന്ത് ഡിസ്കോയിൽ കളിക്കാന്നാണ് ചില മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നിട്ട് അഖിലേന്ത്യാ മത്സരം, അഖില കേരള മത്സരം, ഞാൻ ഒന്നിട്ട് വീഡിയോ കണ്ട് ചിരിച്ചുപോയി, സങ്കടപ്പെട്ടു പോയി, പരിതപിച്ചുപോയി സമുദായത്തിന്റെ മക്കൾ. അപ്പൊ അതുകൊണ്ട് ദഫ്മുട്ട് അത് സുന്നത്തായ പ്രതിഫലാർഹമായ കാര്യമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഉൽ അവ്വൽ 12 പരിശുദ്ധമായ മദീന ശരീഫിലേക്ക് കടന്നു വരുമ്പോ ത്വലഅൽ ബദ്റു ചൊല്ലി ദഫ്മുട്ടിയത് ഹദീസിലുണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റേതായ ഒരു ശൈലിയുണ്ട്. അത് ഡെസ്ക് പിടിച്ചിട്ട് ഡിസ്കോ ഡാൻസ് കളിക്കാനുള്ളതല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും DJ ഡാൻസ് കളിക്കാനുള്ളതല്ല. അതുകൊണ്ട് ഏതെങ്കിലും അനാവശ്യ കാര്യങ്ങളിലേക്കോ അനാചാര കാര്യങ്ങളിലേക്കോ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പച്ചക്കുപ്പാനു നിമിഷം അനന്തകോടി സ്വലാത്ത് സലാമുകൾ കൊണ്ട് കുളിലെറിയുന്ന ഈ സമയത്ത് ആ പ്രവാചകനെ കുത്തിനോവിക്കുന്ന പ്രവർത്തനമായിരിക്കും കൂട്ടരെ ഈ പറയപ്പെട്ട ആളുകൾ ചെയ്യുക, അനാചാര പ്രവർത്തനങ്ങൾ ചെയ്യുക എന്ന് സഗൗരവം സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുക. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ.